ലാസ്റ്റ് ക്ലാസ് അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ജിറ ലോഗിൻ ചെയ്തിട്ട് കോൺഫ്ലുവൻസിന്റെ ഫയൽസ് ആക്സസ് ചെയ്യാൻ നോക്കി. അതെ. അതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു ഇഷ്യൂ വന്നു. അത് കാരണം നമ്മൾ ലോഗ് ഔട്ട് ലോഗിൻ ചെയ്തു. അപ്പൊ ശരിയായിരുന്നു. അപ്പം ജിറയുടെ ഈ ഒരു ബോർഡിന്റെ അകത്ത് നമ്മള് കുറച്ച് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആദ്യം നമ്മൾ ജിറ ലോഞ്ച് ചെയ്യുമ്പം ഇപ്പം ജോബ് ഷെയർ ചെയ്യുന്നോ അത് ഞാൻ എന്റെ അടുത്ത് കാണിച്ചാൽ മതിയോ? അതെ, കാണിച്ചാൽ മതി. ഇപ്പൊ ഞാൻ കോൺഫറൻസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പൊ നമ്മൾ അതിലേക്ക് അത് പിന്നെ നമ്മൾ ഇത് ചെയ്യണ്ടേ? കോൺഫ്ലുവൻസ് വേണ്ട, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് ജസ്റ്റ് കോൺഫ്ലുവൻസിന് ലിങ്ക് കൊടുത്താലും അതായിക്കോളും. അത് വലിയ വിഷയമില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ പ്രോജക്ട്സ് ഏതേലും വർക്കിംഗ് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് റെക്കമെൻഡഡ് ഉണ്ട്, ലാസ്റ്റ് ക്രിയേറ്റഡ് ഉണ്ട്. ഐ മീൻ ഏതേലും ടെംപ്ലേറ്റ്സ് പ്രോജക്റ്റിന് നമുക്ക് ചൂസ് ചെയ്യാം. ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നോ? ജസ്റ്റ് ക്രിയേറ്റിംഗ് പ്രോജക്റ്റ് ഒക്കെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലേ? ഓക്കെ. അപ്പം ഏതെങ്കിലും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ കീ നമ്മൾ കൊടുക്കണ്ട. ജസ്റ്റ് ഒരു മേ ബി ഇപ്പം പ്രോജക്റ്റിന്റെ പേര് ആഡിഡാസ് ആണെങ്കിൽ ഒരു ചെറിയ കീ AD അങ്ങനെ ജസ്റ്റ് ആ പ്രോജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ അത് വെച്ചിട്ട് ഹൈഫൻ നമ്മുടെ ഓരോ IDസും ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. നമ്മളിപ്പം അതിൻ്റെ അകത്ത് ഓരോ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുമ്പം AD ഹൈഫൻ 1 1 2 3 അങ്ങനെ ഓരോ IDs ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ക്രിയേറ്റ് ചെയ്ത് വരും. പിന്നെ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരിക. ടീം ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് നമ്മുടെ ഐ മീൻ ഏത് ടൈപ്പ് ഓഫ് ടീമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം IT ആണെങ്കിൽ IT, ഫെസിലിറ്റീസ് ആണെങ്കിൽ ഓപ്പറേഷൻസ്, മാനുഫാക്ചറിങ്, ആ പെർട്ടിക്കുലർ ടീം സെലക്ട് ചെയ്യുക. പിന്നെ ചാനൽ നമ്മൾ ഓപ്പൺ ആണോ റെസ്ട്രിക്റ്റഡ് ആണോ, ആർക്കൊക്കെ കാണാം. അപ്പം ഫോർ ദ ടൈം ബീങ് ഓൾ പ്രോജക്ട്സ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓരോ ആൾക്കാർക്ക് ആക്സസ് ഷെയർ ചെയ്ത് കൊടുക്കുവാണ്. ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. അങ്ങനെ പ്രോജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ആയി വരും. അപ്പം ഇത് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഓവറോൾ സമ്മറിക്കകത്ത് ഫുൾ നമുക്ക് എത്ര ഐറ്റംസ് ടു ഡു ലിസ്റ്റ്, ഓവറോൾ സ്റ്റേറ്റസ് ഓവർവ്യൂ. അപ്പൊ ഇതിന്റെ അകത്ത് ഡിപ്ലോയിഡ് 1 ഉണ്ട്, ഇൻ ഡെവലപ്മെന്റ് 2 എണ്ണം ഉണ്ട്, ടു ഡു 6 എണ്ണം ഉണ്ട്, ഇൻ റിവ്യൂ. സോ ഇറ്റ് വിൽ ഗിവ് ദി ഓവറോൾ ഇൻ എ പൈ ചാർട്ട് ഫോർമാറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് തരും. പിന്നെ റീസെന്റ് ആക്ടിവിറ്റി ഇതിന്റെ അകത്ത് അത്രയേ ഉള്ളൂ. ഇത് എപ്പിക് പ്രോഗ്രസ്, വ്യൂ ഓൾ എപ്പിക്സ്. നമ്മുടെ പെർട്ടിക്കുലർ എപ്പിക്സിലോട്ട് പോവാം. ഏതൊക്കെ എപ്പിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ആ ഓരോ എപ്പിക്കിന്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി, എത്ര പെർസെൻറ്റേജ് ഇൻ പെൻഡിങ് ആണ്. അപ്പം ഈ എപ്പിക് നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ല, അപ്പം അത് 100% നോട്ട് ഡൺ സ്റ്റേറ്റസിലാണ്. അപ്പം വ്യൂ ഓൾ എപ്പിക്സ് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം. ടൈപ്പ് ഓഫ് വർക്ക്, ഇത്രയും ടൈപ്സ് ഓഫ് വർക്ക്, ഐ മീൻ സ്റ്റോറീസ്, ബഗ്സ്, എപ്പിക്സ്, സബ് ടാസ്ക്, ഇത്രയും ടൈപ്സ് ഓഫ് ഐറ്റംസിന്റെ അകത്ത് നമുക്ക് ഇത്രയും സ്റ്റോറീസ് ഉണ്ട്. 56%, ഐ മീൻ ഇപ്പം 56% സ്റ്റോറീസ്. ഇതിപ്പോ 100% ഓവറോൾ നമ്മൾ ഈ മേളിൽ കാണിച്ചേക്കുന്ന ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ താഴെ കൊടുത്തേക്കുന്നത്. ഈ ബ്ലൂ ആയിരിക്കും ഇത് ടു ഡു സ്റ്റേറ്റസ് ലെയർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ടാസ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് കാണിച്ചേക്കുന്നത്. എത്ര ബഗ്സ് നമുക്ക് ക്രിയേറ്റഡ് ചെയ്തിട്ടുണ്ട്, എത്ര എപ്പിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെൻറ്റേജ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് കാണിച്ചേക്കും. പിന്നെ ബോർഡിന്റെ അകത്ത് ഒരു ഇങ്ങനെ ഇത് ക്യാൻവാൻ ബോർഡാണ്. ഞാൻ മറ്റേ ഏതാ സ്ക്രമ്മും കൂടെ കാണിച്ചു തരാം. അപ്പം ക്യാൻവാൻ ബോർഡിന്റെ അകത്ത് ടു ഡു, ഇൻ പ്രോഗ്രസ്, റിവ്യൂ, ഡൺ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഓരോ സ്റ്റേറ്റസിലേക്ക് മൂവ് ചെയ്ത് കിടക്കുമ്പോഴാണ് അത് ടു ഡൂസ്
ഓൾ ദോസ് ഇപ്പൊ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ പ്ലസ് ഐ മീൻ ഞാനൊരു എപ്പിക് കാണിച്ചായിരുന്നു അല്ലേ? ഇനി സ്റ്റോറി അത് തന്നെയാണ്. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആണ്, ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ടൈപ്പ് ആണ്, എപ്പിക് ആണ്, ടാസ്ക് ആണ്, സ്റ്റോറി ആണ്. പിന്നെ ജസ്റ്റ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. എപ്പിക് നമ്മൾ ലാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ സ്റ്റേറ്റസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ബൈ ഡിഫോൾട്ട് ടു ഡു സ്റ്റേറ്റസിൽ തന്നെയായിരിക്കും കാണിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഞാൻ റാൻഡം കൊടുക്കുക. ടൈനി നമ്മൾ ജസ്റ്റ് റാൻഡം കൊടുക്കുന്നു. പേരന്റ്, ഡ്യൂ ഡേറ്റ്, ലേബിൾസ്. നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ റാൻഡംലി ഞാൻ ലേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഒരു ന്യൂ ലേബിൾ കൊടുക്കണമെങ്കിൽ ഓർഡർ അണ്ടർസ്കോർ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുതിയ ഒരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, റിപ്പോർട്ടർ, എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെന്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബോത്ത് സ്ക്രീൻഷോട്ട് ആൻഡ് ഫയൽസ് ഓൾസോ വി ക്യാൻ അപ്ലോഡ്. PDF ആണെങ്കിൽ അല്ലെങ്കിൽ വേർഡ് ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഡെസ്ക്ടോപ്പിന്റെ അകത്ത് ഞാനിപ്പോൾ ഒരു റാൻഡം ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ഇനി ഫർദർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ വേറെ ഡോക്യുമെന്റ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനിയിപ്പം ഇതാണ് ഇവിടെ താഴെ വരും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റോറി. അതിന്റെ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ചെറിയ വ്യൂവിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ URL കറക്റ്റ് URLലേക്ക് നാവിഗേറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് സ്ക്രീനിൽ ഫുള്ള് നല്ല വ്യൂവിൽ ഓപ്പൺ ആയി വരും. പിന്നെ ഇനിയിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇതൊരു സ്റ്റോറിയാണ്. ഇതൊരു ടൈപ്പ് ഇഷ്യൂ ടൈപ്പ് സ്റ്റോറിയാണ്. അപ്പൊ ഇതിനെ ഇനി എനിക്ക് ഏതെങ്കിലും എപ്പിക്കിനോട് ലിങ്ക് ചെയ്യണമെങ്കിൽ അപ്പം ഇവിടെ തന്നെ താഴെ അറ്റാച്ച് വേറെ ഉണ്ട്. ഇത് അറ്റാച്ച്മെന്റ്സ് ആണ്. അല്ലാതെ ഇവിടെ ലിങ്ക് ടു വേറെ ഉണ്ട്. റിലേറ്റഡ് വർക്ക് ഐറ്റംസ്. റിലേറ്റ്സ് ടു എന്ന് പറഞ്ഞ് എനിക്ക് ആ എപ്പിക്കിന്റെ ഏതെങ്കിലും ഒരു എപ്പിക്കിനോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞ് ഒരു എപ്പിക്ക് കൊടുക്കാം. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം റാൻഡം കൊടുത്തതാണ്. ഏതെങ്കിലും ഒരു റാൻഡം എപ്പിക് അല്ലെങ്കിൽ വേറൊരു സ്റ്റോറിയുമായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റോറിയുടെ സബ് ടാസ്ക് ആയിട്ടും എനിക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം സബ് ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് റിലേറ്റ് ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആ സ്റ്റോറിക്കകത്ത് പോയി ഐ മീൻ ഇപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ഇപ്പം ഇതിനെ ഒരു എപ്പിക്കിനോട് ജസ്റ്റ് കണക്ട് ചെയ്തേക്കുക. ലിങ്ക് കൊടുക്കുമ്പം ഇതിപ്പം ആ എപ്പിക്കിന്റെ അകത്ത് ഈ എപ്പിക്കിന്റെ അകത്ത് പോയി നമുക്ക് ഇതിനെ കാണാം. ആ പെർട്ടിക്കുലർ എപ്പിക് അവിടെ വന്നു. ആ എപ്പിക്കിൽ ടാപ്പ് ചെയ്യുമ്പം ആ എപ്പിക്കിന്റെ അകത്ത് കിടക്കുന്ന എന്തെല്ലാം ചൈൽഡ് ഐറ്റംസ് ആണോ അതെല്ലാം കാണും. ഇത് തന്നെ റിലേറ്റ്സ് ടു. നമ്മൾ റിലേറ്റ്സ് ടു കൊടുത്തോണ്ട് ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ ചൈൽഡ് ഐറ്റം ആണെന്ന് ഡയറക്ട്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഇതിന്റെ അണ്ടറിൽ കിടക്കും. ഓക്കെ. ഇതിനിപ്പം ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഇനിയിപ്പം ഇത് അൺലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോവുകയും ചെയ്യും.
ഇനി ഇതിന്റെ അകത്ത് ഐ മീൻ വേറെ ഒരു സ്റ്റോറി കൊടുത്തിട്ട് അതിനെ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് ഇവിടുന്ന് കൊടുത്തിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത URL ഐ മീൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയുടെ ലിങ്ക് എപ്പിക്കിന്റെ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ആവുന്നില്ല. പിന്നെ കറക്റ്റ് ആ URL കൊടുക്കണം. ഇതൊന്ന് റീഫ്രഷ് കൊടുക്കുമ്പം ഇതിന്റെ അകത്തെ മറ്റേ എപ്പിക്കിന്റെ സ്റ്റോറി ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് താഴെ വരും. ചൈൽഡ് ആയിട്ട്. ശരിക്കും ആഡ് ആയിട്ടില്ല. നമ്മളിപ്പോ ഈ ഒരു എപ്പിക്കിന്റെ അകത്ത് ഞാൻ ചൈൽഡ് ഐറ്റം ആയിട്ട് ഈ ഒരു സ്റ്റോറീനെ ആഡ് ചെയ്തതാ. പക്ഷെ അത് ശരിക്കും അവിടുന്ന് ഞാൻ കറക്റ്റ് URL കൊടുക്കാത്തതുകൊണ്ട് ആയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓ സോറി, ഇത് ഫീച്ചർ ആയിട്ടാണ് ആഡ് ചെയ്യുക. ഒരു മിനിറ്റ്, അതിന്റെ കുഴപ്പം. കാരണം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് സ്റ്റോറി ആയിട്ടാണ്, പക്ഷെ ഇവിടെ ഫീച്ചർ ആയിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. എപ്പിക് ആയിരുന്നല്ലോ. സ്റ്റോറി ഓർഡർ ഹിസ്റ്ററി and tracker. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്രിയേറ്റ് ചെയ്തത് ഫീച്ചർ ആയിട്ടാ ക്രിയേറ്റ് ആയത്. നമ്മൾ സ്റ്റോറിയാ സെലക്ട് ചെയ്തത്. ഇതിനെ എഡിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇവിടുന്ന് എഡിറ്റ് വരുന്നില്ല. നമ്മളിത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒന്നുകൂടെ നമ്മളൊരു ഐറ്റം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ഡിലീറ്റ് എന്ന് അടിച്ചു കൊടുക്കണം. ഡിലീറ്റ് ആവും, ആ ഫീച്ചർ ആണ് ഡിലീറ്റ് ആവുന്നത്. പിന്നെ ഒന്നുകൂടെ ആ മെയിൻ എപ്പിക്കിന്റെ അകത്ത് പോയി ആഡ് ചൈൽഡ് എന്ന് പറഞ്ഞു ഒന്നുകൂടെ ആക്ച്വലി നമ്മൾ ആ ഫീച്ചറിനെ ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോ ഒന്നുകൂടെ ഒരു ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി തന്നെ ഇതിൻ്റെ അകത്ത് ലേബിൾസ്. ഇപ്പം ലേബിൾസ് ഞാൻ ഓർഡർ ഹിസ്റ്ററി തന്നെ കൊടുക്കുക. ലിങ്ക്ഡ് വർക്ക് ഐറ്റം ഈസ് ചൈൽഡ് ഓഫ് ഇല്ല, ചൈൽഡ് ഇല്ല. ക്ലോൺ ഉണ്ട്, ക്ലോൺ ഞാൻ കാണിച്ചു തരാം. ക്ലോൺ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്.
K20 ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ലിങ്ക് കോപ്പി ചെയ്തു. ഇനി എപ്പിക്കിൽ പോയി ജസ്റ്റ് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും വരും. അപ്പൊ ആ എപ്പിക് പർട്ടിക്കുലർ എപ്പിക് സെലക്ട് ചെയ്യുക. ഇതിന്റെ അകത്തെ ഈ ഒരു എപ്പിക്കിന്റെ അകത്ത് കിടക്കുന്ന എല്ലാം ഇതിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ സ്റ്റോറീസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓർഡർ സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ്, റിയൽ ടൈം, ഇങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഈ ഒരു എപ്പിക്കിന്റെ അകത്ത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയി ആഡ് ചൈൽഡ് ആയിട്ട് എന്ന് പറഞ്ഞ് താഴെ കൊടുത്താൽ URL ജസ്റ്റ് കൊടുത്താൽ മതി. ഈ എപ്പിക്കിൻ്റെയോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ താഴെ കാണിക്കുന്നത്. ബഗ് ചൈൽഡ് ആയിട്ട്, പിന്നെ റിലേറ്റഡ് ബഗ്സും ഇതാണ്. പിന്നെ ഇവിടെ ചൈൽഡ് ഐറ്റംസ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. സിസ്റ്റം ഇച്ചിരി സ്ലോ ആണ്. സ്ലോ ആവും ഒരു മിനിറ്റ്. കൊറേ സാധനങ്ങൾ വെക്കണം. ഒരു മിനിറ്റ്. ഇതും ജസ്റ്റ് കാണിക്കുന്നത് എത്ര പെർസെന്റേജ് ഓഫ് വർക്ക് ആണെന്നാണ്. 2 out of 4 വർക്ക് ഐറ്റംസ് ടു ഡു ഉണ്ട്. 2 ഇൻ പ്രോഗ്രസ് ആണ്. ജസ്റ്റ് half of the items in blue, in progress in blue, half of the items not done. ഇവിടെ ലിങ്ക് ചെയ്യാനുള്ള സ്റ്റോറി ഇവിടെ URL കൊടുത്തു, എൻ്റർ കൊടുത്തു, ജസ്റ്റ് അതിവിടെ ആഡായി നമ്മുടെ പുതിയ സ്റ്റോറി. ഇതാണ് ചൈൽഡ് ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇനി ഇതുപോലെ തന്നെ ഒരു പുതിയ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പുതിയ സബ് ടാസ്ക് അല്ലെങ്കിൽ സ്റ്റോറിയോ, ബേസിക്കലി എല്ലാം ഒരു സ്റ്റോറി ആയിട്ട് തന്നെ വരുന്നത്. ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റോറിക്കകത്ത് ഒരു സബ് സ്റ്റോറി ഉണ്ടാക്കാം. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇത് എപ്പിക് ആണ്. എപ്പിക്കിന്റെ അകത്ത് കിടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഓർഡർ സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ്.
നമ്മളിത് ചെറിയ ചെറിയ ടാസ്ക് ആയിട്ടല്ലേ ഇത് കൊടുക്കുന്നത്, ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമല്ലേ? അതെ, ഒരു വലിയ എപ്പിക് ഉം. ആണെങ്കിൽ അതിനെ കുറെ സ്റ്റോറീസ് ആക്കി എടുക്കും. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം നമ്മൾ ആ ചെറിയ ടാസ്ക്, ഉം. അപ്പം ഇത് കംപ്ലീറ്റ് നമ്മളിത് ആ കംപ്ലീറ്റ്. ചെറിയ ഇപ്പം ഇതിന്റെ അകത്ത് കിടക്കുന്ന തന്നെ ബാക്കിൽ പോവാണ്. ഇപ്പൊ ഇതൊരു ഓർഡർ ട്രാക്കിംഗ് എൻഹാൻസ്മെന്റ്, ഇതൊരു എപ്പിക് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് കിടക്കുന്ന ഇത്രയും സ്റ്റോറീസ് ഉണ്ട്, ഒരു ബഗ് ഉണ്ട്. അപ്പൊ ഇത്രയും സ്റ്റോറീസ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ഞാൻ മേ ബി ഇത് ഡിപ്ലോയിഡ് ഇത് വിട്ടേര്, റെഡി ഫോർ ഡിപ്ലോയ്മെന്റ് അതും വിട്ടേര്. ഇത് ഇൻ പ്രോഗ്രസ്, പുഷ് നോട്ടിഫിക്കേഷൻ ആൻഡ് ഇമെയിൽസ്. അപ്പം ഇത് എടുത്തു കഴിയുമ്പം ഇതിന്റെ എത്രമാത്രം പെർസെന്റേജ് കംപ്ലീറ്റ് ആയി, എന്താണ് ലേറ്റസ്റ്റ് സ്റ്റേറ്റസ് നോക്കിയാൽ നമ്മൾ ഈ കമന്റ്സിന്റെ അകത്താണ് ഇടുന്നത്. ഓക്കെ, ഇപ്പൊ ഓരോ ഡെവ് ടീം അവരുടെ കമന്റ്സ് അപ്ഡേറ്റ് ചെയ്യും. എന്താ ഐ മീൻ ഇപ്പം സ്റ്റാറ്റസ് എവിടം വരെ ആയെന്നുള്ളത്. 50% വർക്ക് ഈസ് കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ അവര് ഇത് ഇൻ പ്രോഗ്രസ്സിൽ ഇട്ടിട്ട് അവരുടെ കയ്യിൽ തന്നെ വെക്കും. പിന്നെ എന്തേലും ഡെയിലി സ്റ്റേറ്റസ് കോൾസിൽ ചോദിക്കും എന്തായി ഇതിന്റെ വർക്ക്. അപ്പൊ അവർ പറയും 50% വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ എന്തേലും ഇഷ്യൂ എന്താണ് ഇഷ്യൂസ് ഓർ ഐ മീൻ ട്രബിൾസ് ഉണ്ട്, അവർക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇഷ്യൂസ് അവരിവിടെ ഇടും. എന്നിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ആളിനെ അഡ്രസ് ചെയ്യും. ABCD, ഇപ്പൊ എന്റെ കയ്യിൽ അധികം ആൾക്കാരില്ല. അപ്പൊ ഇപ്പൊ സൂര്യ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിക്കാം, അതിന്റെ അകത്ത് വരത്തില്ല. സൂര്യ ആ മനുഷ്യനെ ടാഗ് ചെയ്തിട്ട് പറയും ഐ ആം നോട്ട് ഏബിൾ ടു വർക്ക് വിത്ത് മേ ബി ഓർഡർ കൺഫർമേഷൻ, ലൈക്ക് എന്താ ഇത് പുഷ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം പുഷ് നോട്ടിഫിക്കേഷൻ emails I'm not getting. I'm not able to receive push notification API calls കിട്ടുന്നില്ല. എന്തോ ഇതൊരു ആർക്കിടെക്ടിനോടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ടീമിലെ ഒരു ലീഡിനോടോ മാനേജറിനോടോ ആയിരിക്കും പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ അഡ്രസ് ചെയ്തിട്ട് ഇടും. എന്നിട്ട് CC വെക്കും. CC ആരൊക്കെയാണ് ഇപ്പം അറിഞ്ഞിരിക്കേണ്ട ആൾക്കാർ, ആ ലൂപ്പിൽ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാർ, അവരെ ABC ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെയും കൂടി നോട്ടിഫൈ ചെയ്തിട്ട് ആ കമന്റ് ഹിറ്റ് ചെയ്യും, നമ്മൾ സേവ് കൊടുക്കും. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് എന്താണ് അപ്ഡേറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ഓരോ സ്റ്റോറി. ഇപ്പൊ ഈ സ്റ്റോറി തന്നെ അവര് ഡിസ്കസ് ചെയ്ത് പറയുക, നമ്മൾ ഇത് ചെയ്ത് വരുന്നപ്പോ നമുക്ക് മനസ്സിലായി ഇതിന്റെ സ്കോപ്പ് വലുതാണ്, അപ്പൊ ഇതിന്റെ ഒരു സബ് സ്റ്റോറിയും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നവര് പറയുകയാണെങ്കിൽ, അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഒരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ആഡ് ചൈൽഡ് ഐറ്റം എന്ന് പറഞ്ഞ് കൊടുക്കണം. സബ് ടാസ്ക്, ആഡ് എ സബ് ടാസ്ക്. Create API design for push notification screens എന്ന് പറഞ്ഞ് ഞാനൊരു സബ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുക, എൻ്റർ കൊടുത്തു. ഒരു പുതിയ ലിങ്ക്, ഐ മീൻ സബ് ടാസ്ക് ക്രിയേറ്റ് ആയി. സബ് ടാസ്കിന്റെ സിമ്പിൾ ഇതാ. സബ് ടാസ്ക് ഇനി ഇതിന്റെ അകത്തായിരിക്കും നമ്മൾ ആ ടീം വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എന്ത് മാത്രം പെർസെന്റേജ് ആയി, എന്നിട്ട് ഇത് അതുവരെ ഐ മീൻ ഓൺ ഹോൾഡ് അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്സിൽ തന്നെ ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു മിനിറ്റ്, ഇപ്പൊ ഒന്ന് ലോഡ് ചെയ്ത് കഴിയുമ്പം K5 സ്റ്റോറിയുടെ സബ് ടാസ്ക് ആണെന്ന് പറഞ്ഞ് ഇതിന്റെ പേരന്റിനെ കാണിക്കുന്നുണ്ടോ? അതാണ്, ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ സബ് ടാസ്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇതിന്റെ പേരന്റ് ആയിട്ട് കാണിക്കുന്നത് ഈ സ്റ്റോറിനെ ആയിരിക്കും. അപ്പം ഈ സ്റ്റോറി ഇൻ പ്രോഗ്രസ്സിൽ ഇട്ടിട്ട് അവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ടാസ്കിന്റെ അകത്തായിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു കമന്റ് ഇടും, വി ആർ വർക്കിംഗ് ഓൺ, വി നീഡ് സം അപ്ഡേറ്റ്സ് ഓൺ സ്റ്റോറി B, then only we'll be able to proceed എന്ന് പറഞ്ഞ് അവർ കമന്റ് ഇടും.
അങ്ങനെ കമന്റ് ഇട്ടിട്ട് ഇത് ഇൻ പ്രോഗ്രസ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സബ് ടാസ്ക്, ആ സബ് ടാസ്കിലെ അപ്ഡേറ്റ്സ് പോവും. എന്നിട്ട് ഇതെല്ലാം ബേസിക്കലി ആ മെയിൻ എപ്പിക്കിന്റെ അകത്ത് നോക്കിയാൽ ഇനി ഈ ഒരു സബ് ടാസ്ക് ക്രിയേറ്റഡ് ആയത് കാണാൻ പറ്റും. നമ്മുടെ പുഷ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഒരു മിനിറ്റ്. ഇതിന്റെ അകത്ത് തന്നെയാണ് പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇത് സ്റ്റോറി തന്നെയായിരുന്നു. ഞാൻ ഓർത്ത് ഇത് എപ്പിക് ആണെന്നല്ലേ. ഐ മീൻ ഇതിന്റെ ഒരു പേരന്റ് എപ്പിക് ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് ഓർഡർ ട്രാക്കിംഗ് എൻഹാൻസ്മെന്റിന്റെ അകത്ത് ജസ്റ്റ് ഒരു പുഷ് നോട്ടിഫിക്കേഷൻ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതാ. അതിന്റെ അകത്ത് നമ്മള് അതാണ് ഈ KA5. പിന്നെ ഇതിന്റെ അകത്താണ് നമ്മളൊരു ചൈൽഡ് ടാസ്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇതാണ് ചൈൽഡ് ടാസ്ക്, ചൈൽഡ് വർക്ക് ഐറ്റംസിന്റെ അകത്ത് കിടക്കുന്ന ഇത്. ഇനി ഇത് എത്രമാത്രമായി ഇതിന്റെ അകത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ ഇത് ഡൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഫുൾ 100% കാണിച്ചു. ഇത് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. ഇതിന്റെ ചൈൽഡ് പേഴ്സൺ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് എന്താണോ അത് ഇവിടെ ഇടണം. മറ്റേ KA5 ഐറ്റം ഇതാണ് സബ് ടാസ്ക് it's completed and we are now proceeding with this ticket. Current ticket എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമന്റ് ആഡ് ചെയ്യും. അപ്പൊ എന്താണോ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ പ്രോഗ്രസ് അപ്ഡേറ്റ്സ് ആയിരിക്കും ടീം ചോദിക്കുന്നത്. അങ്ങനെ ഓരോ എപ്പിക്കിന്റെ അകത്തെ ഓരോ ടാസ്ക് ഫിനിഷ് ആയി കഴിയുമ്പോൾ ആ ഫുൾ എപ്പിക്ക് ഫിനിഷ് ആവും. അങ്ങനെ ഇതുവരെ ഓക്കെ അല്ലേ ജോബി? ഓക്കെ. ഇനി ബഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരണോ? അത് ആക്ച്വലി നിങ്ങളുമായിട്ട് ബന്ധമില്ല. ജസ്റ്റ് ഇതിന്റെ അകത്താണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റോറിക്കകത്താണെങ്കിൽ പ്ലസ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ബഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ അകത്ത് ഈ സ്റ്റോറിക്കകത്ത് പോയി ജസ്റ്റ് ഞാൻ അതിന്റെ ടെംപ്ലേറ്റ് മാത്രം കാണിക്കാം. അതിന്റെ നമുക്ക് അറിഞ്ഞിരിക്കാനൊന്നുമില്ല. ടെസ്റ്റേഴ്സ് they will be doing that creating bug and all. ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ആ സ്ക്രീനിൽ പോയാൽ ഡീറ്റെയിൽസ് എടുക്കും. പിന്നെ ഈ സ്റ്റോറിക്ക് ഇപ്പം സ്റ്റോറി 3ക്ക് ഞാനൊരു ബഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മേളിൽ തന്നെ ക്രിയേറ്റ് ബട്ടൺ ടാപ്പ് ചെയ്തിട്ട് ഇഷ്യൂ ടൈപ്പ് ബഗ് കൊടുത്തിട്ട് ജസ്റ്റ് പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പം ടു ഡു സ്റ്റേറ്റസ്, അപ്പം ഇഷ്യൂ ഡിസ്ക്രിപ്ഷൻ എന്താണ് അത് കൊടുക്കണം. ഇഷ്യൂയുടെ ടൈറ്റിൽ എന്താണോ, ഐ മീൻസ് സ്മോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടൈറ്റിൽ. അത് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ആർക്കാണ്. ഇപ്പോൾ ഒരു ഡെവലപ്പറിനായിരിക്കും ഞാൻ അസൈൻ ചെയ്തത്, അപ്പം ഡെവലപ്പേഴ്സിനായി ആണ്. പിന്നെ പേരന്റ് ഒരു എപ്പിക്ക് കൊടുത്താൽ നല്ലതാണ്. കാരണം ഒരു എപ്പിക്ക് ഉണ്ടെങ്കിൽ ആ എപ്പിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ യൂസർ സ്റ്റോറി ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഈ കേസിന്റെ അകത്ത് നമ്മൾ എപ്പിക്ക് തന്നെ കൊടുക്കാം. അതിനോട് റിലേറ്റഡ് ആണ്. പിന്നെ എന്തെങ്കിലും ലേബിൾസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ലേബിൾസ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാല് ഇപ്പം ആ സ്റ്റോറിയുമായിട്ട് റിലേറ്റഡ് ഉള്ള
എല്ലാ ബഗ്സും നമുക്ക് ആ ലേബിൾ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഉം. അപ്പൊ ഇതിൻ്റെ അകത്തൊരു ഓർഡർ ഹിസ്റ്ററി അത് തന്നെ വെക്കാം. പിന്നെ റിലേറ്റഡ് ടു, ഈ ബഗ് റിലേറ്റഡ് ടു ആണ്, റിലേറ്റ്സ് ടു ആണ്. എന്നിട്ട് ഏത് സ്റ്റോറിയാണ് ആ സ്റ്റോറിയുടെ URL ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പൊ ആ സ്റ്റോറിയുടെ അണ്ടറിൽ കറക്റ്റ് അത് വരും. ഇപ്പൊ ഈ സ്റ്റോറി ആണെങ്കിൽ കോപ്പി ലിങ്ക്, ഇവിടെ വന്നിട്ട് ആ URL അടിച്ചു കൊടുക്കുമ്പോൾ ആ സ്റ്റോറി 3 ഇവിടെ വരും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ക്രിയേറ്റ്. അപ്പം ഇതിപ്പം ഈ സ്റ്റോറി 3ന്റെ അകത്ത് വരും. ഒന്ന് റീഫ്രഷ് അടിച്ചു കൊടുത്താൽ മതി. ടൈപ്പ് ബഗ് ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്ത്. തന്നെ സ്റ്റോറി ആയിട്ട് വന്നേ. ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ ബഗിലേക്ക് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് നമ്പർ അടിച്ച് മേളിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് അതിൻ്റെ അകത്തേക്ക് നാവിഗേറ്റ് ആവും. റാൻഡംലി കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് സെലക്ട് തെറ്റായിട്ടാണ് കൊടുത്തത്. ഇത് ടൈപ്പ് മാറ്റാൻ വർക്ക് ടൈപ്പ് ചേഞ്ച് ടു ബഗ്. ഇത് ഇനി ഇവിടെ ഒന്നുകൂടെ റിഫ്രഷ് കൊടുക്കുമ്പോൾ സ്റ്റോറി കൊടുക്കുക, ബഗ്ഗായിട്ട് അപ്ഡേറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ കമന്റ് അപ്പൊ കൊടുക്കണോ? അപ്പം എന്ത് കമന്റ്? ബഗ്ഗുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഈ ഒരു ബഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ സ്റ്റോറിയുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡെവലപ്പേഴ്സ് ഇത് അസൈൻ ടു ആ ഡെവലപ്പർ ആയിരിക്കും ഇത്. അപ്പൊ ആ ഡെവലപ്പർ അത് എടുത്തിട്ട് ഇത് ഇവിടെ തന്നെ കമന്റ് ഇടും. അല്ലെങ്കിൽ നമ്മൾ @ ആ ഡെവലപ്പറിനെ ടാഗ് ചെയ്തിട്ട് എന്താണ് ഇഷ്യൂ, അത് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ വേറെ ആവശ്യമില്ല. പിന്നെ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ബ്ലോക്കർ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ടീമിനെ അഡ്രസ് ചെയ്തിട്ട് പറയണം, ആരൊക്കെയാണ് ABC അത്ര ആൾക്കാരെ, വി ആർ കറന്റ്ലി ഫേസിങ് സം ഇഷ്യൂ, ദിസ് ഇസ് എ ബ്ലോക്കർ ഇഷ്യൂ ആൻഡ് വി നീഡ് സം ഹെൽപ്പ്, പ്ലീസ് അസിസ്റ്റ് ഇൻ കംപ്ലീറ്റിംഗ് ദിസ് ടിക്കറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞ് നമ്മൾ കമന്റ് ഇട്ടിട്ട് അവരെയും കൂടെ ലൂപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഹൈ ഏർജൻസി ടിക്കറ്റ് ആണെങ്കിൽ അപ്പം ഇവിടെ തന്നെ ആഡ് ലേബൽ ഉണ്ട്. അപ്പം ഈ സ്റ്റോറിക്ക് ഒരു ലേബൽ ഉണ്ട്. ആ സെയിം ലേബൽ ഈ ഒരു ബഗിനും കൊടുക്കണം. ഇപ്പം ഈ സ്റ്റോറിക്ക് നമ്മളൊരു ലേബലും കൊടുത്തിട്ടില്ല. ഇപ്പം ഓർഡർ ഹിസ്റ്ററി റാൻഡംലി ഞാൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനും ആ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു സ്റ്റോറിയുടെ ഒരു ലേബൽ ഓർഡർ ഹിസ്റ്ററി ആണെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്യുമ്പം ഓർഡർ ഹിസ്റ്ററിക്ക് അകത്തെ കിടക്കുന്ന എല്ലാ ബഗ്സും എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പം ഈ ബഗ് ഡീഫോൾട്ട് ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഓർഡർ ഹിസ്റ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതെ, ഇത് ജസ്റ്റ് നമ്മളെ ലേബൽ ഒരു സ്റ്റോറിക്ക് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്. ഐ മീൻ ഒരു ഐഡന്റിഫയർ. ഈ ഒരു സ്റ്റോറിക്കാണ് ഈ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് ആ സ്റ്റോറിനെ ഐഡന്റിഫൈ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട്, ഒരു അല്ലെങ്കിൽ നിക് നെയിം എന്ന് പറഞ്ഞിട്ടും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതാണ്. പിന്നെ ഇനിയുള്ളത് സെർച്ച്. ഇപ്പൊ സെർച്ച് ഇപ്പൊ എന്തേലും ഇപ്പൊ ഒരു പ്രൊജക്ടിന്റെ പേരാണെങ്കിൽ ഒരു ബഗിന്റെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്മോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞു. അപ്പം DESC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ റിലേറ്റഡ് ഐ മീൻ ഇഷ്യൂസ് അല്ലെങ്കിൽ വർക്ക് ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തോ അതെല്ലാം വരും. ഡിഫറെന്റ് ടൈപ്പ്, ഇപ്പൊ ബഗ് അല്ല, ഇപ്പൊ എന്ത് വേറെ ടൈപ്പ് സ്റ്റോറി ആണെങ്കിലും അത് ലിസ്റ്റ് ഔട്ട് ആയിട്ട് വരും. പിന്നെ നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ജോബി ഒരു മിനിറ്റ്.
ഇനി നമ്മള് ഇത് കൊടുത്തു. ഇനി ഇവിടെ ഇതായിരുന്നു ഇതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ മാറ്റി. ഇപ്പം ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ആ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് വരും. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു സെർച്ചിന്റെ ഫിൽട്ടർ ആഡ് ചെയ്യാനാണ്. ഇപ്പം എനിക്ക് സെർച്ച് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു give me all the list of stories which are assigned to my name, or ഡേറ്റ് കൊടുക്കാം. ഏതാണ് അസൈനി, ആരാണ് അസൈനി? ഇപ്പം ലവ്ലി തോമസ് എൻ്റെ ആണ്. ഇപ്പം വേറെ ഇപ്പം അസൈനി ഞാനാണ്. പിന്നെ അല്ലെങ്കിൽ സിംപ്ലി അസൈൻ ടു മീ. ഇപ്പം ഞാൻ തന്നെയാണ് യൂസർ എങ്കിൽ എനിക്ക് ഏതൊക്കെ ടിക്കറ്റ്സ് അസൈൻഡ് ആയിട്ടുണ്ട് അത് കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ലേബിൾസ്, ഇപ്പം ഓർഡർ ഹിസ്റ്ററിക്കകത്തെ കിടക്കുന്ന എൻ്റെ പേരിൽ അസൈൻ ആയിട്ടുള്ള ഏതൊക്കെ ടാസ്ക് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ കിടക്കുന്നതിന്റെ മേളിലായിരിക്കും ഫർദർ ഫിൽട്ടർ ഐറ്റം അപ്ലൈ ആവുന്നത്. ഐ മീൻ എൻ്റെ പേരിൽ കിടക്കുന്നത് മേളിൽ ഞാൻ സെലക്ട് ചെയ്തു അസൈനി ഞാനാണ്. അപ്പൊ ഓൾ ദ ടിക്കറ്റ്സ് വിച്ച് ആർ അസൈൻ ടു മൈ നെയിം പ്ലസ് അത് അതിന്റെ ലേബിൾ ഓർഡർ ഹിസ്റ്ററി ആണ്. പ്ലസ് അതിന്റെ മേളിൽ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം ഏതെങ്കിലും സ്റ്റോറി 21 ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ഫിൽട്ടർ നമ്മൾ റിമൂവ് ചെയ്ത് അങ്ങനെ ഇനി എന്തെങ്കിലും സ്റ്റേറ്റസസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റേറ്റസ് ഇതിൻ്റെ അകത്ത് ഫർദർ സ്റ്റേറ്റസ് ടു ഡു സ്റ്റേറ്റസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. വർക്ക് ടൈപ്പ് ഇപ്പം ബഗ് ആണെങ്കിൽ അങ്ങനെ ഇപ്പം ഒരു ബഗ് ഐറ്റം ഉണ്ട്, അതിപ്പോ അങ്ങനെ സെർച്ച് ഫിൽട്ടർ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ സെർച്ച് ഫിൽട്ടറിനെ നമുക്ക് സേവും കൊടുക്കാം. എന്നിട്ട് അത് മേ ബി എൻ്റെ പേരിൽ അസൈൻ ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റോറിയുടെ എന്തൊക്കെ ബഗ്സ് എൻ്റെ പേരിൽ അസൈൻ ആയിട്ട് ആസ് എ ടെസ്റ്റർ എൻ്റെ പേരിൽ ഏതൊക്കെ അസൈൻ ആയിട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു അസൈനിക്ക് ഏതൊക്കെ ഇപ്പൊ ഒരു ഡെവലപ്മെന്റ് ടീമിന്റെ ആളാണെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ടീമിന് ഏതൊക്കെ ഒരു സിംപ്ലി ജസ്റ്റ് ആ പേഴ്സന്റെ നെയിം കൊടുത്തിട്ട് ഏതൊക്കെയാണ് ടിക്കറ്റ്സ് ആ പേഴ്സൺ അസൈൻ ചെയ്തേക്കുന്നത്, എന്നിട്ട് ആ പേഴ്സണുമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും ടിക്കറ്റ്സ് ഓപ്പൺ ഉണ്ട്, കം ഓൺ മേക്ക് ഇറ്റ് ഫാസ്റ്റ്, അത് ക്ലിയർ ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് ട്രാക്ക് ചെയ്യാം ഓരോ ആളിനെ. കാരണമൊന്നുമില്ല. പിന്നെ കസ്റ്റമായിട്ട് നമുക്ക് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഫീൽഡ്സ് ട്രാക്കിംഗ് പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ പ്രോ വേർഷൻ ആയിരിക്കും നമുക്ക്. ഐ മീൻ ഇതൊക്കെ ബേസിക് ജിറയുടെ ഇതൊക്കെ പ്രീമിയം പെയ്ഡ് ആണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഫീൽഡ്സ് ഇവിടെ ഫിൽട്ടേഴ്സിൽ കിട്ടും. പിന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഐ മീൻ എപ്പോഴും ഇപ്പം ഒരാള് ടീമിന് ഇപ്പം n നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. n നമ്പർ ഓഫ് ആൾക്കാരുടെ എല്ലാ വർക്ക് ഐറ്റംസും ഏതാണ് ടു ഡു സ്റ്റേറ്റസിൽ കിടക്കുന്നതെന്ന് നോക്കണമെങ്കിൽ അപ്പൊ അത്രയും ആൾക്കാരെ അസൈനീസിന് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ അസൈൻ ടു മീ അതല്ല, അസൈനി എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ അകത്ത് ഇപ്പം A1 2 3 മൾട്ടിപ്പിൾ പീപ്പിൾ ആൾക്കാര് ഏത് സ്റ്റേറ്റസ് ആണ് അവര് ടു ഡൂല് എത്ര എണ്ണം ഉണ്ട് ഒരാൾക്കെന്ന് എനിക്ക് അറിയണം. ഇപ്പം വർക്ക് ടൈപ്പ് സ്റ്റോറി എടുക്കാം. വർക്ക് ടൈപ്പ് സ്റ്റോറി അതിൻ്റെ അകത്ത് എത്ര ആണ് ഇൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് കിടക്കുന്ന എത്ര പേരുടെ ആണെന്ന് എനിക്കറിയാം.
അപ്പം എത്ര പേരുടെ കൗണ്ട് ഓഫ് റെക്കോർഡ്സ് ആണ് കൂടുതൽ നമുക്ക് അവരുമായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഹേ പ്ലീസ് ഡു ദിസ്, ഇതാണ് ഡ്യൂ ഡേറ്റ്, അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ട്രാക്ക് ചെയ്യാം. അതുപോലെ ഇപ്പം ഒരു പെർട്ടിക്കുലർ ലേബൽ ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഫിൽട്ടർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ അപ്ലൈ ചെയ്ത ഫിൽട്ടർ ഇപ്പം മൾട്ടിപ്പിൾ, ഇപ്പം നാളെ രാവിലെ വന്നിട്ട് എനിക്ക് ഈ ഫിൽട്ടർ സെർച്ച് ചെയ്യണ്ടായെങ്കിൽ ആ ഫിൽട്ടറിന് ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പം പെൻഡിങ് ടാസ്ക് എന്ന് പറഞ്ഞ് ഒരു ഫിൽട്ടർ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന്റെ ലിങ്ക് നമുക്ക് താഴെ കിട്ടും. ഫിൽട്ടേഴ്സ്, രണ്ട് ഫിൽട്ടറിന്റെ അകത്ത് തന്നെ മേളിൽ ഏതൊക്കെ നമ്മൾ സേവ് ചെയ്ത ടാസ്ക് ഉണ്ടോ ജസ്റ്റ് ഇപ്പൊ വേറൊരു ഫിൽട്ടർ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തിരിച്ച് ഏതൊക്കെ പെൻഡിങ് ടാസ്ക് ഉണ്ടെന്ന് ഓടി വന്ന് നോക്കണമെങ്കിൽ ആരുടെയൊക്കെ പേരിലാണെങ്കിൽ അങ്ങനെ ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഇതാണ്. പിന്നെ നമ്മള് പിന്നെ ഇനിയും പറയാനുള്ളത് സ്ക്രമ്മിന്റെ പറയാനുണ്ട്. അപ്പം ഇതായിരുന്നു ഓവറോൾ ഒരു ക്യാൻബാൻ ബോർഡിന്റെ. അപ്പം ക്യാൻബാൻ ബോർഡ് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. ഐ മീൻ ഒരേ ബോർഡിന്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക്സ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രമ്മും ഐ മീൻ ക്യാൻബാനും രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജിറ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനിപ്പോൾ വേറെ ഒരെണ്ണം സ്ക്രമ്മിന്റെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പാസ്വേഡ് ഞാൻ ജസ്റ്റ് ഒരു റാൻഡം യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രം അയ്യോ ചോദിക്കുവാണ്. ഇത് ഞാൻ സ്വിച്ച് ചെയ്യണം. എന്റെ ഫുൾ അക്കൗണ്ട് ഞാൻ സ്വിച്ച് ചെയ്യണം. ഒരു മിനിറ്റ്. ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തോട്ടെ. ഇതിന്റെ
പാസ്വേഡ് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല, ഒരു മിനിറ്റ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഉം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ജോബി തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തോ, ഒരു മിനിറ്റ്. മീൻവൈൽ ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ക്രെഡൻഷ്യൽസ് ഉം. എടുക്കാൻ നോക്കാം. മീൻവൈൽ ജോബി ഉം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു ഒരു മെയിൽ ഐ ഡി ഉണ്ടല്ലോ അല്ലേ, എൻ്റെ അത് ഉം. ജിറ ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ആ, ഓക്കെ. കാണത്തില്ലേ? ആ, കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണോ ഇപ്പം? എന്തോ? ഇത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണോ? ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്ത് കയറിയാൽ മതിയോ? ആ, ഒരു വാലിഡ് അക്കൗണ്ട് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ജിറ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഇതിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുള്ള മെയിൽ ഐ ഡി, അത് ഗൂഗിൾ അക്കൗണ്ട് അത് എടുക്കും. അക്കൗണ്ട് തന്നെ ഇത് കാണിക്കുന്നില്ല. ഇത് സൈൻ അപ്പ് ആണോ? ഇമെയിൽ ആഡ് യുവർ ക്രെഡൻഷ്യൽസ് സൈനിങ് അപ്പ്. ഓക്കെ, സൈൻ അപ്പ് സ്ക്രീൻ, പാസ്വേഡ് കൊടുത്ത് അല്ല, ഇതിന് നമുക്ക് പാസ്വേഡ് ഇല്ലല്ലോ. ക്രിയേറ്റീവ് അല്ലേ, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആ, ചെയ്യുമല്ലേ, സൈൻ ഓക്കെ അപ്പ് ഓക്കെ. ആ ചെയ്യുമല്ലോ. ആ ആ പുതിയൊരു പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ. പ്രൊഡക്റ്റ് മാനേജ്മെന്റ് അല്ലേ? പ്രൊജക്ട് മാനേജ്മെന്റ്. ആ, അതെ. റം. ആ, സ്ക്രം, അതെ. ആ, ഇത് ക്യാൻബാന, സ്ക്രം, അതെ. പ്രൊജക്ടിന്റെ പേര് കൊടുക്കുക. സ്ക്രം എന്ന് കൊടുത്താൽ മതിയോ? ആ, സ്ക്രം പ്രോജക്റ്റ് എന്ന് കൊടുത്തു. നമ്മൾ ഫീച്ചർ എല്ലാം സെലക്ട് ചെയ്തു, ബഗ്, അസെറ്റ്, സ്റ്റോറി. ഇത് എല്ലാം കൊടുക്കട്ടെ. ആ, അതും എല്ലാം കൊടുത്തു. അത് കിടക്കട്ടെ, നമുക്ക് വേണ്ടാത്തത് റിമൂവ് ചെയ്യാം.
നമ്മുടെ സ്ക്രം ബോർഡ് ക്രിയേറ്റ്. ഇനി ഇതിന്റെ അകത്ത് ബൈ ഡിഫോൾട്ട് ഒരു സ്ക്രമ്മിന് സ്ക്രമ്മിന് നമുക്ക് മേളില് ബാക്ക്ലോഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ക്യാൻബാൻ ബോർഡിൽ ഒരു ബാക്ക്ലോഗ് ഇല്ല. കാരണം സ്പ്രിന്റ് ഇറ്റ് വർക്ക്സ് ഓൺ ടൈം ലൈൻ. ഒരു 2 വീക്സിന്റെ ടൈം ലൈൻ വേണം. അപ്പം അവിടെ മേളിലൊരു സ്റ്റാർട്ട് സ്പ്രിന്റ് കണ്ടോ? റൈറ്റ് സൈഡില് സ്ക്രം സ്പ്രിന്റിന്റെ താഴെ ഹെഡിങ് കൊടുത്തേക്കും സ്ക്രം സ്പ്രിന്റ് 1. താഴെ അതിന്റെ താഴെ ഒരു ബോക്സ് പോലെ കിടക്കുന്നുണ്ടോ? അതിന്റെ ഹെഡിങ് കണ്ടോ? അത് സ്റ്റാർട്ട് സ്പ്രിന്റ് കിടക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് ബൈ ഡിഫോൾട്ട് നമുക്ക് ഈ ഒരു വ്യൂ ക്യാൻബാൻ ബോർഡിൽ ഇല്ല. കാരണം സ്പ്രിന്റ് മോഡിലല്ല ക്യാൻബാൻ. അത് ജസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു വർക്ക് ഫ്ലോ ആണ്. ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത എടുക്കുന്ന പോലെ. അപ്പൊ ഇനി താഴെ ഒരു പ്ലസ് ബട്ടൺ അല്ലെങ്കിൽ മേളിൽ ഒരു പ്ലസ് ബട്ടൺ ക്രിയേറ്റ് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തോ. സ്പ്രിന്റ് അല്ലേ? ക്രിയേറ്റ് സ്പ്രിന്റ് കൊടുക്കണ്ട. ആദ്യം ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. മേളില് ടീച്ചർ മാറ്റിയിട്ട് എപ്പിക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തോ. എപ്പിക് സ്റ്റേറ്റസ് അത് ഐഡിയ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. സമ്മറി ഒരു ചെറിയൊരു സമ്മറി കൊടുത്തോ. സപ്പോസ് നമ്മൾ ഒരു പുതിയ ഇതന്നെ IRCTC ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്തോ. ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് create IRCTC app for railways. Create IRCTC app for railways. ഇനി ഇതിൻ്റെ അകത്ത് അസൈനി നമ്മുടെ പേര് തന്നെ ഇപ്പം ബൈ ഡിഫോൾട്ട് ഇട്ടേര്. പിന്നെ ലേബിള് ഡ്രോപ്പ് ഡൗൺ. ലേബിൾ ഇപ്പൊ ഒരെണ്ണം പുതിയ ലേബിൾ ക്രിയേറ്റ് ചെയ്തോ. അവിടെ ടൈപ്പ് ചെയ്തോ IRCTC അല്ലെങ്കിൽ SP1_IRCTC അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തോ. സോറി, IRCTC ന്യൂ ലേബിൾ സ്പ്രിന്റ് 1 അങ്ങനത്തെ ഒരു ലേബിളും പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്തേര്. ലേബിൾ വേറെ ഒരു ലേബിൾ കൂടെ സ്പ്രിന്റ് 1 ലേബിൾ മേളിലത്തെ അതിൻ്റെ അകത്ത് സ്പ്രിന്റ് 1 എന്ന് കൊടുത്തേര്. അതൊരെണ്ണം കൂടെ കേൾക്കണം. അപ്പം ഈ സ്പ്രിന്റ് 1ന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പല സ്റ്റോറീസും കാണും, പല എപ്പിക്സും കാണും. അപ്പൊ അത് സ്പ്രിന്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്രിന്റ് 1ന്റെ അകത്ത് കിടക്കുന്ന എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് സെർച്ച് കൊടുത്താൽ സെർച്ച് ബൈ ലേബിൾ സ്പ്രിന്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഔട്ട് അയക്കുന്ന എല്ലാ സ്റ്റോറീസും എല്ലാ എപ്പിക്സും എല്ലാ ബഗ്സും ഈ ഒരു എല്ലായിടത്തും ഇതൊരെണ്ണം കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റോറിക്ക് എനിക്ക് സ്പ്രിന്റ് 1 കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ സ്പ്രിന്റ് 1 എന്ന് പറഞ്ഞൊരു ലേബിളിന്റെ അകത്ത് എന്തുമാത്രം സാധനങ്ങൾ കിടക്കുന്നോ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ആയിട്ട് വരും മേളില്. നമ്മൾ ഫിൽട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഫിൽട്ടർ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നോ? അതുപോലെ ലേബിളിന്റെ അകത്ത് സ്പ്രിന്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുള്ള് സ്പ്രിന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും വരും. ഇവിടെ പേരന്റ്, ഇവിടെ നമുക്ക് പേരന്റ് വേണ്ട, എപ്പിക്കിന് വേണ്ട. ടീം താഴ്പോട്ട് ജസ്റ്റ് റാൻഡംലി ക്രിയേറ്റ് കൊടുക്കും. ഡ്യൂ ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ്. ടീം നമുക്കിപ്പോ ഇല്ല, ആരും ഇല്ല. ഡ്യൂ ഡേറ്റ് ഒരു റാൻഡം ഡേറ്റ് കൊടുത്തോ. സ്റ്റാർട്ട് ഡേറ്റ് നാളത്തെ ഡേറ്റ് കൊടുത്തോ. നാളത്തെ ഡേറ്റ്. കാരണം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ടൈം പീരീഡ് നാളത്തെ ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ സെപ്റ്റംബർ 1 ആണോ കൊടുത്തേ? ഓ, ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 30. ഓക്കെ. സ്റ്റാർട്ട് ഡേറ്റ് നാളത്തെ ഡേറ്റ്. സ്പ്രിന്റ് ഇപ്പൊ സ്പ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് സ്പ്രിന്റ് ഒന്നും കാണിക്കത്തില്ല. ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് സ്പ്രിന്റ് ബോർഡ് എന്ന് പറഞ്ഞു. ഇനി സ്റ്റോറി പോയിന്റ് എസ്റ്റിമേറ്റ്.
സ്റ്റോറി പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രിന്റിന്റെ അകത്ത് നമുക്ക് ഓരോ സ്റ്റോറിക്കും ഓരോ പോയിന്റ് ഉണ്ട്. അപ്പം ഇതൊരു വലിയ എപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസ്കും കാര്യങ്ങളും അനാലിസിസ് ചെയ്തിട്ട് അറിയണം. ജസ്റ്റ് നമ്മൾ എന്നാലും ഒരു ഹൈ ലെവൽ എത്ര കോംപ്ലക്സ് ആണ് ആ ഒരു ആപ്ലിക്കേഷൻ ഗസ് ചെയ്തിട്ട് നമ്മളൊരു 25 അല്ലെങ്കിൽ 60 വരെ പോകാം സ്റ്റോറി പോയിന്റ്സ്. അപ്പം നമുക്കൊരു റാൻഡം 45 എന്ന് പറഞ്ഞിട്ടോ. പിന്നെ റിപ്പോർട്ട് ഓക്കെ ജോബി തോമസ്. പിന്നെ ഒന്നുമില്ല, ക്രിയേറ്റ് കൊടുത്തോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ സ്ക്രീൻ ഒന്ന് റിഫ്രഷ് കൊടുത്താൽ മതി മേളിൽ നിന്ന്. URL റിഫ്രഷ്. URL ക്ലിക്ക് ചെയ്താ അപ്പം ഈ പ്രൊജക്ടിന്റെ അകത്തെ ആദ്യത്തെ എപ്പിക് ക്രിയേറ്റ് ആയിട്ട് വരും. അതൊരു ഫീച്ചർ ആയിട്ടല്ലല്ലോ നമ്മൾ, അതല്ല സമ്മറി, ലെഫ്റ്റ് സൈഡ് സമ്മറി കൊടുക്കുക. വൺ ക്രിയേറ്റഡ് ഇൻ ലാസ്റ്റ് 70. ഇച്ചിരിയുടെ മേളില് ജോബി തോമസ് സ്ക്രം 1 IRCTC ആപ്പ് ഐഡിയ 1 minute ആകും. കണ്ടോ റീസെന്റ് ആക്ടിവിറ്റി താഴെ. അതല്ലാതെ അത് ബോർഡിലൊന്ന് ടാപ്പ് ചെയ്യാം. ബോർഡ് കോളത്തിന്റെ അത് മേളിൽ അവിടെ ബോർഡിൽ അത് ഐഡിയക്കകത്താണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിനകത്ത് വരുന്നില്ലല്ലോ. ആ സ്റ്റേറ്റസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഐഡിയ അല്ലായിരുന്നോ? ആ റീസെന്റ് പോയിട്ട് അവിടോട്ടൊന്ന് പോവാമോ? റീസെന്റ് ടാബിന്റെ അകത്തോട്ട് പോയി സ്ക്രം ബോർഡ് അല്ല, സ്ക്രം ബോർഡ് അല്ല, സ്ക്രം പ്രോജക്റ്റ്. അതന്നെ അതെ, കുഴപ്പമില്ല. പറ്റി ഇവിടെ പോയി ആ സമ്മറി ടാബിന്റെ അകത്ത് പോയി അതൊന്ന് ഒന്നുകൂടെ ഒന്ന് എടുക്കാവോ? അവിടെ റീസെന്റ് കാണും, പക്ഷെ ഇവിടെ കാണിക്കേണ്ടതാണ് അവിടെ. മേളില് അതെ, എപ്പിക് റൈറ്റ് സൈഡില് എപ്പിക്. എപ്പിക് ടാപ്പ് ചെയ്തോ. താഴെ ജോബി തോമസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരെണ്ണം കിടപ്പില്ലേ? സ്ക്രം 1 IRCTC ആപ്പ് കർസറിന്റെ തൊട്ട് താഴെ 2 minutes അത്. ഇവിടെ ശരിക്കും നമ്മുടെ ബോർഡിന്റെ അകത്ത് അവിടെ സ്റ്റാർട്ട് സ്പ്രിന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇനി വേറൊരു സബ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അതെവിടാ? ഈ പ്ലസ് ബട്ടൺ കൊടുത്താൽ മതി. IRCTC ആപ്പിന് താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ കൊടുക്കാം. രണ്ടും വർക്ക് ചെയ്യും. പ്ലസ് ബട്ടൺ കൊടുത്തോ. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചൈൽഡ് വർക്ക് ഐറ്റം. ഒരു മിനിറ്റ്, പ്ലസ് കൊടുക്കാം ചൈൽഡ് വർക്ക് ഐറ്റം. അതവിടെ ഓക്കെ. അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. ക്രിയേറ്റ് IRCTC ലോഗിൻ സ്ക്രീൻ താഴെ. അവിടെ തന്നെ അവിടെ തന്നെ IRCTC ലോഗിൻ പേജ് എന്ന് കൊടുത്താൽ മതി. ക്രിയേറ്റ് വേണ്ട, IRCTC ലോഗിൻ പേജ്.
എന്നിട്ട് റൈറ്റ് സൈഡ് ഫീച്ചർ മാറ്റി അത് സ്റ്റോറി ആക്കാം. ഓക്കെ. ഇനി ആ മെയിൻ ഏറ്റവും മേളില് ഇനിയിപ്പോ 1-2 കൂടെ ജസ്റ്റ് ഇനി ഒരു ക്ലോണിങ് പഠിപ്പിക്കാം. ഈ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് വർക്ക് ഐറ്റത്തിന്റെ ആ സ്ക്രം 2-ൽ ഒന്ന് ടാപ്പ് ചെയ്തേ. അവിടെ ടൈപ്പ് പുതിയ സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇവിടെ റൈറ്റ് സൈഡില് 3 ഡോട്ട്സ് കണ്ടോ? റൈറ്റ് സൈഡ് അവിടെ അതിന്റെ അപ്പുറത്ത് അവിടെ അല്ല, ഈ റൈറ്റ് സൈഡ് കുറെ. ഒരു മിനിറ്റ്. ഇനി റൈറ്റ് സൈഡില് 3 ഡോട്ട്സ് മേൽ അവിടെ അത് തന്നെ റൈറ്റ് അത് ടാപ്പ് ചെയ്തോ. ഇനി താഴെ ഉണ്ട് ക്ലോൺ ഉണ്ട് കണ്ടോ? അത് തന്നെ ക്ലോൺ കൊടുക്കുമ്പം ഇതിന്റെ ജസ്റ്റ് ഒരു കോപ്പി ക്രിയേറ്റ് ആവുക. നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് അതുപോലെ വരും. അതിന്റെ സമ്മറി വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പം ക്ലോൺ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന സമ്മറിക്കകത്ത് അത്രയും പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ട് IRCTC ക്ലോൺ പോർഷൻ മൊത്തം മാറ്റണ്ട, അൺഡു കൊടുത്ത് IRCTC പ്രൊഡക്റ്റ് പേജ് എന്ന് കൊടുത്തേരും. അവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്തോ. ക്ലോൺ ടെക്സ്റ്റ് ക്ലോൺ മാത്രം സമ്മറിക്കകത്ത് ഡിലീറ്റ് ചെയ്തത്. ക്ലോൺ ടെക്സ്റ്റ് മാത്രം, ക്ലോൺ CLONE ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നില്ല, അത് മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് IRCTC പ്രൊഡക്റ്റ് പേജ് എന്ന് എഴുതിയത്. ക്ലോൺ കൊടുത്തോട്ടോ. ക്ലോൺ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഈ ഒരു ബേസ് സ്റ്റോറിക്കകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡ്യൂ ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ്, ലേബൽ അതെല്ലാം ബൈ ഡിഫോൾട്ട് പുതിയ ഇതിലേക്ക് വരും. താഴെ ഓപ്പൺ ക്ലോൺഡ് വർക്ക് ഐറ്റം താഴെ ലെഫ്റ്റ് സൈഡ് കണ്ടോ? ക്ലോണിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് ഒരു പോപ്പപ്പ് അതിന്റെ ഓപ്പൺ ക്ലോൺഡ് വ്യൂ കൊടുത്തേരും. വ്യൂ അയ്യോ ക്ലോസ് ചെയ്യില്ല, അത് പോയി. കുഴപ്പമില്ല. നമുക്ക് ഇതിനെ ഒന്നുകൂടെ റീഫ്രഷ് ഇതിന്റെ പേരന്റ് സ്ക്രീൻ ബാക്ക് ഒന്ന് പോവാമോ? ജിറ സെർച്ചിൽ ലെഫ്റ്റ് സൈഡിൽ ടാബ് മേലില് ഇവിടെ റിഫ്രഷ് കൊടുക്കുമ്പോൾ പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ വരണം. അയ്യോ ഇതിൻ്റെ അകത്ത് വരത്തില്ല, കാരണം നമ്മൾ ഇത് എപ്പിക്കുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തില്ല. നമ്മള് ജസ്റ്റ് ഒരെണ്ണം ക്ലോൺ ക്രിയേറ്റ് ചെയ്തത് വന്നതേ ഉള്ളൂ. അപ്പൊ റീസെന്റിന്റെ അകത്ത് കൊടുക്കാം മേളില് ലെഫ്റ്റ് സൈഡ് റീസെന്റ്. അത് തന്നെ 23 seconds അപ്പൊ അത് തന്നെ. ഇത് 23 seconds അപ്പൊ ആയിരുന്നോ? റീസെന്റ് ഒന്നുകൂടെ കൊടുക്കാം. നമ്മള് IRCTC പ്രൊഡക്റ്റ് പേജ് എന്ന് പറഞ്ഞല്ലേ കൊടുത്ത? IRCTC അത് ശരിക്കും ഓക്കെ. ഒരു മിനിറ്റ്. മേളില് സെർച്ചിന്റെ അവിടെ സ്പ്രിന്റ് 1 എന്ന് പറഞ്ഞ് സെർച്ച് കൊടുക്കാവോ? സെർച്ച് ബാർ മേളില്, എന്റെ മേളില് സെർച്ച് ബാർ കണ്ടോ? അതെ സ്പ്രിന്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കാവോ? SPRINT. ഒന്നുകൂടെ ബാക്ക് ഒരു മിനിറ്റ്. നമുക്ക് കാണാതെ പോയല്ലോ. അത് കാരണം നമ്മൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തില്ലായിരുന്നു. അപ്പൊ അതിന്റെ ലേബിൾസും കറക്റ്റ്ലി അപ്ഡേറ്റ് ആയോ? സ്പ്രിന്റ് 1 എന്ന് പറഞ്ഞ് നമ്മൾ ലേബിൾ കൊടുത്തതാണ്, പക്ഷെ അത് ക്ലോൺ ചെയ്തപ്പോ അതിന്റെ അകത്ത് പ്രോപ്പർലി ഇത് നമ്മള് മെയിൻ എപ്പിക് അല്ലായിരുന്നോ? അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ സ്പ്രിന്റ് 1 കൊടുത്തു. ഇതിന്റെ അകത്ത് ചൈൽഡ് ഐറ്റത്തിന്റെ അകത്ത് കൊടുത്തോന്ന് നോക്കാമോ? സ്പ്രിന്റ് 1, സ്ക്രം 2ന്റെ അകത്ത് IRCTC ലോഗിൻ പേജ്. അവിടെ നമ്മള് സ്പ്രിന്റ് 1 എന്ന് പറഞ്ഞ ലേബിൾ റൈറ്റ് സൈഡില്
ലേബിൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെയും ട്രാക്ക് ചെയ്യാൻ പാടാ. കാരണം ക്ലോൺ ചെയ്തപ്പം ഇതിന്റെ അകത്തെ കിടക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ കോപ്പി ആയിട്ടുണ്ട്. അപ്പം പേരന്റ് scrum1 IRCTC ആപ്പ്. ഇനിയിപ്പോ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. അത് അസൈൻ ചെയ്തില്ല, പിന്നെ അത് കളഞ്ഞു പോയോ? എന്നാലും റീസെന്റിന്റെ അകത്ത് അത് വരേണ്ടതാണ്. ഒന്നുകൂടെ റീസെന്റ് ലെഫ്റ്റ് സൈഡിൽ ടാപ്പ് ചെയ്യാവോ? എന്തുകൊണ്ടത് അതിന്റെ അകത്ത് വരുന്നില്ല? എനിക്ക് സ്ക്രം പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ അകത്ത് സ്ക്രം പ്രോജക്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് സമ്മറിക്കകത്തൊന്ന് പോകാമോ? പ്രോജക്റ്റ് അത് തന്നെയാണ് അതിൻ്റെ അകത്ത്. പ്രൊഡക്റ്റ് പേജ്. പ്രൊഡക്റ്റ് പേജ് അത് തന്നെ, അതെടുത്ത. ക്ലിക്ക് ചെയ്യട്ടെ? ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആ ലേബല് sprint 1 എന്ന് കൊടുത്തേര്. ലേബൽ sprint 1 IRCTC, അത് ആ രണ്ട് ലേബലും കൊടുത്തത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് അത് കൊടുക്കണോ? അപ്പൊ അത് കൊടുക്കണ്ടല്ലോ. കുഴപ്പമില്ല, ആ ഇപ്പോഴത്തേക്ക് വിട്ടേരാം. നമുക്ക് പിന്നെ റിയൽ ടൈമിൽ കൊടുക്കാം. പിന്നെ അത് ക്ലോണിന്റെ അകത്ത് കിടക്കുന്നുണ്ടോ? നമ്മള് IRCTC ലെഫ്റ്റ് സൈഡ് റിലേറ്റഡ് വർക്ക് ഐറ്റമിന്റെ താഴെ ഒരു ക്ലോൺ കണ്ടോ? ലെഫ്റ്റ് സൈഡ്, അവിടെ അല്ല, ആ സെക്ഷനിലല്ല, ലെഫ്റ്റ് സൈഡ് റിലേറ്റഡ് വർക്ക് ഐറ്റം താഴെ ക്ലോൺ സെക്ഷൻ കണ്ടോ? ക്ലോണിന്റെ താഴെ നമ്മൾ ക്ലോൺ ചെയ്തെടുത്തയാന്ന് കാണിക്കുന്നുണ്ട്. IRCTC ലോഗിൻ പേജിൽ നിന്ന് നമ്മൾ ക്ലോൺ ചെയ്തെടുത്തയാന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ആഡ് റിലേറ്റഡ് വർക്ക് ഐറ്റം പ്ലസ് കൊടുത്തരും. ആഡ് റിലേറ്റഡ് വർക്ക് ഐറ്റം പ്ലസ്, അവിടെ ടാപ്പ് ചെയ്തേരും. എന്നിട്ട് ഇസ് ബ്ലോക്ക്ഡ് ബൈ അല്ല, അവിടെ ടാപ്പ് ചെയ്ത് ലെഫ്റ്റ് സൈഡില് ക്ലോൺഡ് അല്ല, താഴോട്ട് റിലേറ്റ്സ് ടു കൊടുത്തത്. താഴെ റിലേറ്റ്സ് ടു, എന്നിട്ട് ഈ പേരന്റിന്റെ IRCTC ആപ്പ് scrum1 IRCTC ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്ത് സേവ് എൻ്റർ കൊടുക്കും. എൻ്റർ കൊടുത്തത് സേവ് ആക്കും. വെളിയിൽ ടാപ്പ് ചെയ്ത് തരും, അതിന്റെ വെളിയിൽ ടാപ്പ് ചെയ്ത് ലിങ്ക് കൊടുത്തു തരും. അപ്പം ഇതിങ്ങനെയായി. പിന്നെ ഇതിന്റെ മെയിൻ ഏറ്റവും മേളിൽ ജിറ എന്ന് പറഞ്ഞ ബ്ലൂ കളറിന്റെ ഒരു ഐക്കൺ കണ്ടോ? അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി സ്പ്രിന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ബോർഡ് താഴെ അല്ല, ബോർഡ് താഴെ ബോർഡ് കണ്ടോ? വർക്ക്ഡ് ഓൺ, വ്യൂഡ്, അസൈൻ ടു മീ, സ്റ്റാർട്ട്, ബോർഡ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ താഴെ? അതെ, അവിടുത്തെ റൈറ്റ് സൈഡിൽ ബോർഡ്സ്. അതെ, സ്റ്റാർട്ട് സ്പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ആക്റ്റീവായിട്ട് വരണം. ആ സ്ക്രം പ്രോജക്റ്റിൽ ഒന്ന് ടാപ്പ് ചെയ്തേ, മേളില് സ്ക്രം പ്രോജക്റ്റ്. ഇതിൻ്റെ അകത്തും വരുന്നില്ല. ഒരു സ്റ്റാർട്ട് സ്പ്രിന്റ് ഇവിടെ പോയി. എന്തൊക്കെ മിസ്സായി പോയെന്ന് തോന്നുന്നു. ഞാൻ മേ ബി ഇതൊന്നൊന്ന് നോക്കിയിട്ടല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.
ഓക്കെ ജോബി, ഓക്കെ. ഞാൻ ടൈം ആ വേസ്റ്റ് ചെയ്യുന്നില്ല. ആ ഓക്കെ, ഓ താങ്ക് യു. ബൈ. നാളെ ആണോ ക്ലാസ് ഉണ്ടോ സാർ? നാളെ വെക്കാം, കുഴപ്പമില്ല. ആ ആ ശരി. ഓക്കെ ജോബി. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ.